നമ്മുടെ SSC JEE വർഷാവർഷം, അതായത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ വർഷാവർഷം ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റിലേക്ക് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ജൂൺ 30-ന് SSCയുടെ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ആയിട്ടുണ്ട്. അതുപ്രകാരം നമുക്ക് 2025-ലെ SSCയിലെ നമ്പർ ഓഫ് വേക്കൻസീസ്, അതായത് എത്ര വേക്കൻസീസ് ഉണ്ടാവുന്നതിനെ കുറിച്ചൊരു ബ്രീഫ് ഐഡിയ നോട്ടിഫിക്കേഷനകത്തുണ്ട്. അതുപോലെ തന്നെ അപ്ലൈ ചെയ്യാനുള്ള പോർട്ടലും ഓപ്പൺ ആയിട്ടുണ്ട് നമുക്ക്. അപ്പം നിങ്ങൾ സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ കഴിഞ്ഞ് BTech കഴിഞ്ഞ് ഡിപ്ലോമയാണ് ബേസിക് ക്വാളിഫിക്കേഷൻ എങ്കിൽ കൂടി BTechോ MTechോ ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. സോ നിങ്ങളുടെ യോഗ്യത ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആൻഡ് SSC JEE എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ സൗത്തിൽ നിന്ന് ആൾക്കാരെ അപ്രോച്ച് ചെയ്യാത്ത ഒരു എക്സാമാണ്. അതായത് സൗത്ത് ഇന്ത്യയിൽ നിന്ന് നമുക്ക് ഇപ്പോൾ കുറച്ച് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ കൂടി കമ്പയർഡ് ടു നോർത്ത് സൈഡ് നമുക്ക് സൗത്ത് സൈഡിൽ വളരെ പാർട്ടിസിപ്പേഷൻ കുറവാണ്. പാർട്ടിസിപ്പേഷൻ ഉണ്ടെങ്കിൽ പോലും ജോലിയിൽ കയറുന്ന ആൾക്കാരുടെ എണ്ണം കുറവാണ്. ബിക്കോസ് വി ആർ നോട്ട് ആക്ച്വലി നമ്മളതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ ആ ജോബിൻ്റെ ബെനിഫിറ്റ്സ് മനസ്സിലാക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. പലരും ഓൾ ഇന്ത്യയിൽ പോസ്റ്റിംഗ് ആവുമല്ലോ, അതുകൊണ്ട് ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവിടെ പോകേണ്ടി വരുമല്ലോ, അങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യം പേടിച്ചിട്ടും അപ്ലൈ ചെയ്യാത്ത ഒരുപാട് ആൾക്കാരെ എനിക്ക് അറിയാം പേഴ്സണലി. അപ്പോൾ ഇതിനകത്തൊക്കെ ഈ ചോദ്യങ്ങൾക്കൊക്കെ ഒരു സൊല്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ SSC JEE എന്ന് പറയുന്ന ജോബിൻ്റെ പോസ്റ്റിങ്ങിനെ കുറിച്ച് ആദ്യം ഒന്ന് പറയാം. നിങ്ങൾക്കറിയാം 2 ടയറായിട്ടാണ് SSC JEE എക്സാം നടക്കുന്നത്. 2 ടയറിൻ്റെയും എക്സാം, അതായത് CBT 1-ഉം CBT 2-ൻ്റെയും എക്സാം മാർക്സ് ടോട്ടൽ ചെയ്തെടുത്തിട്ടാണ് ഫൈനൽ സ്കോർ പബ്ലിഷ് ചെയ്യുന്നത്. RRB JEE പോലെ ടയർ 1 എന്ന് പറയുന്നത് നമുക്ക് ക്വാളിഫയിങ് ക്രൈറ്റീരിയ മാത്രമല്ല, അതിൻ്റെ മാർക്കും നമുക്ക് നമ്മുടെ സെലക്ഷൻ പ്രൊസീജിയറിന് എടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 എക്സാമും നമ്മൾ എങ്ങനെ കാണണം, സീരിയസ് ആയിട്ട് കണ്ട് തന്നെ പഠിക്കണം. അപ്പോൾ 2 ടയറിനും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. ടെക്നിക്കലിനും ഇമ്പോർട്ടൻസ് ഉണ്ട്, അവിടെ നോൺ ടെക്നിക്കലും. കാര്യം CBT 1 എന്ന് പറയുന്ന 100 മാർക്ക് ടെക്നിക്കലും 100 മാർക്ക് നോൺ ടെക്നിക്കലുമാണ്. ഈക്വൽ ഇമ്പോർട്ടൻസ് രണ്ടിനും ഉണ്ട്. ഇതിൽ ടെക്നിക്കൽ 100 മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്താലും നോൺ ടെക്നിക്കലിൽ നിന്ന് എന്തെങ്കിലും സ്കോർ ചെയ്യാതെ, ഒരു 50 മാർക്കെങ്കിലും സ്കോർ ചെയ്യാതെ നിങ്ങൾക്ക് ഒരിക്കലും ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഇനി ഈ ടോട്ടൽ മാർക്ക് ഡിസൈഡ് ചെയ്യും എവിടെ നിങ്ങൾക്ക് പോസ്റ്റിംഗ് കിട്ടുമെന്നുള്ള. നിങ്ങൾ ഓൾറെഡി അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രിഫറൻസ് കൊടുക്കാൻ പറ്റും. CPWD വേണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് കൊടുക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ പ്രിഫറൻസ് കിട്ടണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഏത് സൈഡിലായിരിക്കും എന്നുള്ളതൊക്കെ നിങ്ങളുടെ മാർക്കിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. സോ നമുക്ക് എന്തായാലും എക്സാം നടക്കാനായിട്ട് ഒരു 3 മാസം മിനിമം നമ്മുടെ കയ്യിലുണ്ട്. ഈ 3 മാസം എഫക്റ്റീവായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് SSC JEE ക്രാക്ക് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഓൾറെഡി നിങ്ങൾ ടെക്നിക്കൽ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പോലും, ഈവൻ ഇഫ് യു ആർ ഫ്രഷർ ആണെങ്കിൽ പോലും നമുക്ക് പ്രോപ്പർ ഗൈഡൻസിലൂടെ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ എൻട്രിയിൽ SSC JEEക്ക് വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവായിട്ട് ബാച്ചസ് ഉണ്ട്. സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ബ്രാഞ്ചുകാർക്കുള്ള സെപ്പറേറ്റ് ബാച്ചസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മൾ പാസ്റ്റും SSC JEEക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റുഡൻസ് പ്രിപ്പയർ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ അവരോടെല്ലാം നമ്മൾ പറഞ്ഞു കൊടുത്ത അതേ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. അതായത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എത്ര കണ്ടൻറ്റ് നിങ്ങൾക്ക് അറിയാമെങ്കിലും, അതായത് നിങ്ങൾ എത്ര കണ്ടൻറ്റ് വൈസ് നിങ്ങൾ സ്ട്രോങ് ആണെന്ന് അറിഞ്ഞാൽ പോലും നിങ്ങൾക്ക് ആ ഒരു എക്സാമിൻ്റെ പ്രോപ്പർ മെത്തേഡിൽ, അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ്റെ പാറ്റേണിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്തില്ലെങ്കിൽ ഒരിക്കലും എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് എക്സാമിന് നിങ്ങൾ തയ്യാറെടുക്കുമ്പോഴും കണ്ടൻറ്റ് 90% സെയിം ആയിരിക്കും. ഒരു 10% അങ്ങോട്ടോ ഇങ്ങോട്ടോ വേരിയേഷൻസ് വരാം. അത് സ്റ്റേറ്റ് ആണെങ്കിലും സെൻട്രൽ ഗവൺമെൻറ് ആണ്, അതിലല്ല നമ്മുടെ കാര്യം. നമ്മളവിടെ ക്രാക്ക് ചെയ്യുന്നു, നമ്മളത് ക്വാളിഫൈ ചെയ്യുന്നു എന്ന് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മളതിൻ്റെ ക്വസ്റ്റ്യൻ പാറ്റേണിലേക്ക് നമ്മൾ മൗൾഡായി വരിക എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമുക്ക് എന്ത് വേണം, പ്രോപ്പർ ഒരു ഗൈഡൻസ് ആവശ്യമാണ്. പിന്നെ മാത്രമല്ല, ഞാൻ പറഞ്ഞു CBT 1-ൻ്റെ മാർക്ക് നമുക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ CBT 1-നകത്ത് നമുക്ക് 100 മാർക്ക് എന്ന് പറയുന്നത് നോൺ ടെക്നിക്കലാണ്. ടെക്നിക്കലി സ്ട്രോങ് ആയിട്ടുള്ള ഒരാൾക്ക് നോൺ ടെക്നിക്കൽ പോർഷൻസ്, ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ പോട്ടെ മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി നമുക്കൊരു ലോജിക്ക് വെച്ച് ചെയ്യാം, എന്നാലും നമ്മൾ ടൈം എടുത്ത് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പ്രോപ്പർലി ഒരു നല്ല കോച്ചിങ്ങിൻ്റെ ഒരു സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ മാത്രമല്ല, നമുക്കിപ്പോൾ ഹിസ്റ്ററി, ജോഗ്രഫി, പോളിറ്റി ഒക്കെ നമുക്ക് 8, 9, 10-ൻ്റെ NCERT ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ മതി. പക്ഷേ ആ ടെക്സ്റ്റ് ബുക്ക് നമ്മളിന്ന് വായിച്ചെടുക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ടൈമും കൂടെ ബാക്കി ക്വസ്റ്റ്യൻസ് നോക്കുകയോ ടെക്നിക്കൽ പോർഷൻസ് പഠിക്കുകയോ ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രോപ്പർ ഗൈഡൻസിൻ്റെ കീഴിൽ എപ്പോഴും നമുക്ക് അറിയാത്ത സബ്ജക്ട്സോ അറിയാത്ത ടോപ്പിക്സോ അതിനകത്ത് വരുന്നെങ്കിൽ ഓഫ് കോഴ്സ് നമ്മൾ ഗൈഡൻസ് തേടുന്നത് വളരെ അധികം നല്ലതായിരിക്കും. ബിക്കോസ് നമുക്ക് ആ ഒരു ജേണി നമ്മൾ കുറച്ചുകൂടി എളുപ്പമാക്കി മാറ്റാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനിയുള്ള ടൈമിൽ എഫക്റ്റീവായിട്ട് പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ SSC JEEക്ക് ഇപ്പം നമുക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസീസ് 1360 ആണ്. ഈ 1360 എന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യയിലുള്ള വേക്കൻസിയാണ്. ആൻഡ് അപ്ലൈ ചെയ്യുന്ന ഓരോ ഉദ്യോഗാർത്ഥിക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വേക്കൻസീസ് തന്നെയാണ് 1360. അപ്പോൾ അതിനകത്ത് ഈ 1360-ൽ ഒരു 1000-ഓളം വേക്കൻസീസ് സിവിലിന് വരും, ബാക്കി ഇത്തരം മെക്കാനിക്കൽ, ഇലക്ട്രിക്കലിലും വരും. അപ്പോൾ സിവിലുകാർക്ക് ഒരു വെയിറ്റേജ് കൂടുതൽ ഇവിടെയുണ്ട്. ലൈക്ക്
നമ്പർ ഓഫ് വേക്കൻസീസിൽ കുറച്ചൊരു വെയിറ്റേജ് വരുന്നു ദാദർ ദാൻ മെക്കാനിക്കൽ ആൻഡ് സിവിൽ ഇലക്ട്രിക്കൽ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യാനായി നിങ്ങൾക്ക് എന്തായാലും ജോലി വേണം, സെൻട്രൽ ഗവൺമെൻറ് ജോലിയാണ്. അതിൻ്റെ ബെനിഫിറ്റ്സിലേക്ക് വരുവാണെങ്കിൽ സാലറി എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റാർട്ടിങ് തന്നെ കയറുന്ന ഒരാൾക്ക് 60,000ഓളം സാലറി നമ്മുടെ കയ്യിൽ വരും. അത് ഡിപ്പെൻസ് അപ്പോൺ പല ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. 60 എന്ന് പറയുന്നത് ഒരു നമ്പറല്ല, അതായത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അത്രയാണ് കിട്ടുന്നത് എന്ന് പറയുമല്ല. ബിക്കോസ് അത് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന സ്ഥലം അനുസരിച്ച് HRAയുടെ വാല്യൂ അങ്ങനെയൊക്കെ വ്യത്യാസങ്ങൾ വരും. അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും ഓരോ ലൊക്കേഷൻ അനുസരിച്ചൊക്കെയാണ് തരുന്നത്. അപ്പം അതിൻ്റെ ഒരു പ്ലസ് ഓർ മൈനസ് വേരിയേഷൻ ഇതിനകത്ത് ഉണ്ടായിരിക്കും. എന്നാലും ഇൻ ആൻഡ് അറൗണ്ട് നിങ്ങൾ ഫ്രഷറായിട്ട് കയറുമ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ജോബ്, പിന്നെ ഇൻക്രിമെൻറ്റ്, പിന്നെ 3 വർഷം കൂടുമ്പോഴാണ് നമുക്ക് SSCക്ക് ട്രാൻസ്ഫർ ഉണ്ടാവുക. അപ്പോൾ നിങ്ങളൊരു സ്ഥലത്ത് ഇപ്പോൾ ആദ്യം വന്നു ഇച്ചിരി റിമോട്ട് ലൊക്കേഷൻ ആണെങ്കിൽ പോലും മാക്സിമം 3 വർഷം നിങ്ങൾക്ക് അറിയാം പെട്ടെന്ന് കടന്നു പോകുന്നൊരു കാലയളവാണ്. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ആവുകയും ചെയ്യും. പിന്നെ നിങ്ങളുടെ സ്പൗസൊക്കെ വേറെ സ്ഥലത്താണുള്ളത്, അവരുടെ അടുത്തേക്ക് വേറെ സ്ഥലത്ത് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ആ സ്ഥലത്തേക്ക് നിങ്ങൾക്ക് പ്രിഫറൻസ് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. കുട്ടികളുടെ പഠിത്തത്തിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഒന്ന് ആലോചിക്കുക, നമ്മുടെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ കേന്ദ്രീയ വിദ്യാലയത്തിൽ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക്, അല്ലെങ്കിൽ ഒരുപാട് ഓഫറിങ്സ് ഉള്ള ഒരു ജോബാണ്. അപ്പോൾ ഇങ്ങനെ ഓഫേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ആസ് വെൽ ആസ് നിങ്ങളുടെ കരിയർ ഗ്രോത്ത് എടുത്താലും നിങ്ങൾക്ക് ഗ്രോ ചെയ്യാൻ പറ്റിയൊരു ജോബാണ്. പിന്നെ ഉള്ള ഓഫർ എന്ന് പറഞ്ഞാൽ സാലറി വൈസ് ആണ്, നിങ്ങളുടെ ഫാമിലി വൈസ് ആണെങ്കിലും നമുക്ക് പേഴ്സണൽ ലൈഫ് ആസ് വെൽ ആസ് പ്രൊഫഷണൽ ലൈഫിന് പറ്റിയൊരു ജോബ് തന്നെയാണ്. സോ SSC JEE എന്ന് പറയുന്ന ഈ ഒരു അവസരം മിസ്സാക്കരുത്. വേക്കൻസികളുടെ എണ്ണം വീണ്ടും ഞാൻ എടുത്തു പറയണം 1360 ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങാം എൻട്രിയോടൊപ്പം. എൻട്രിയുടെ SSC ബാച്ചസിനെ കുറിച്ച് കൂടുതൽ അറിയാനായി താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ ഫോം ഫില്ല് ചെയ്യുക. താങ്ക് യു.